ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഈ ദൈവജന കേൾവിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ ദൈവം ഉത്തരം തരുമാറാകട്ടെ. ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ ദൈവജന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരുത്താൻ, മാറ്റാൻ, തിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ഈ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്നും സന്തോഷിച്ചാനന്ദിക്കാൻ, ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ സ്വർഗം ഇടവരുത്തട്ടെ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അതിനവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവനവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. മോശ ദൈവത്തോട് പറയുന്ന കാര്യമാണ്. ദൈവം കൊടുത്ത ഉറപ്പാണ്. 14-ാം വാക്യത്തിൽ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. 15-ാം വാക്യത്തിൽ മോശ തിരിച്ചു പറയാണ്, അവിടുത്തെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. മോശയ്ക്കറിയാം. ഇന്നലകളുടെ ചരിത്രം പരിശോധിച്ചാൽ മോശ ഇന്നായിരിക്കുന്ന സ്റ്റേജിൽ മോശയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് മോശയുടെ കഴിവല്ല, മോശയുടെ മിടുക്കല്ല, മോശയുടെ പ്രാപ്തിയല്ല, മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മെ ചുറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചലിച്ചാൽ, നമ്മുടെ ജീവിതം മാറ്റിയാൽ, നമ്മളായിരിക്കുന്ന ദൈവസാന്നിധ്യം ഉള്ളിടത്താണെങ്കിൽ, അത് ജോലി മേഖലയാകട്ടെ, ശുശ്രൂഷ മേഖലയാകട്ടെ, കുടുംബ പശ്ചാത്തലമാകട്ടെ, എന്തും ആയിക്കോട്ടെ, ദൈവസാന്നിധ്യം ചലിച്ചാൽ അവിടെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവസാന്നിധ്യം ചലിച്ചാൽ, അവരുടെ ഭാവിക്കകത്ത് ദൈവസാന്നിധ്യം ചലിച്ചാൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് ദൈവസാന്നിധ്യം ചലിച്ചാൽ, നിങ്ങളായിരിക്കുന്ന വർക്ക് പ്ലേസിൽ ദൈവസാന്നിധ്യം ചലിച്ചാൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്കൂളിൽ കോളേജിൽ ദൈവസാന്നിധ്യം ചലിച്ചാൽ, ദൈവസാന്നിധ്യത്തെ ചുമക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറിയാൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മോശയ്ക്കറിയാം, മോശയെ ഇന്നത്തെ ലീഡർ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് മോശയുടെ കഴിവല്ല, ബാക്ക്ഗ്രൗണ്ടല്ല, പഠിച്ച കാര്യങ്ങളൊന്നുമല്ല, മോശയുടെ മേൽ ചലിച്ച ദൈവസാന്നിധ്യമാണെന്ന് മോശയ്ക്കറിയാം. സ്വന്തം കഴിവ് ഉപയോഗിച്ച്, സ്വന്തം പ്രാപ്തി ഉപയോഗിച്ച്, സ്വന്തം അറിവ് ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട് തിരിച്ചോടിയ വ്യക്തിയാണ് മോശ. എന്നാൽ അതേ മോശയെ ഇപ്പോൾ വരിക എന്നും പറഞ്ഞ് വിളിച്ച് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് തിരിച്ചു വന്നപ്പോൾ, ആ പ്രസൻസോടുകൂടി ചെന്നപ്പോൾ മോശ ലീഡറായി. നിലകളിൽ പരാജയപ്പെട്ടെടുത്ത് ദൈവ സാന്നിധ്യത്താൽ ദൈവനാമത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ മോശയെ ദൈവം പ്രാപ്തനാക്കി. ആ മോശയാണ് പറയുന്നത്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഞാനാണ് ലീഡർ, ഞാനാണ് ജനത്തെ നയിക്കുന്നത്, എൻ്റെ കൂടെ അങ്ങയുടെ സാന്നിധ്യം വരണം. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവെ അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പോരണം. ഒരു പഠിക്കാൻ പോകുമ്പോൾ, മകളെ മറ്റൊരു ഭവനത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവളുടെ കൂടെ പോട്ടെ. ഞാൻ ജോലിക്കായി പോകുമ്പോൾ ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ വരട്ടെ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ വരട്ടെ. ഒരു ഭൗത്യം നിങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളത് ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടും. ആമേൻ. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും, സെരൂബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടു, അവൻ്റെ കൈ തന്നെ തീർക്കും. ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ട്. സാന്നിധ്യം ചലിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ദൈവപ്രവർത്തികൾ സാധാരണക്കാരായ മനുഷ്യരിലൂടെ ദൈവം ചെയ്യും. സാധാരണ ദൈവപ്രവർത്തികളായിരിക്കും. പഴയ നിയമത്തിൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേക സമയത്ത് സാന്നിധ്യം അയക്കാറുണ്ട്, ആത്മാവ് വരാറുണ്ട്, ദൈവശക്തി ചലിക്കാറുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ തരും. സാധാരണക്കാരായ പത്രോസ്, യോഹന്നാന് തുടങ്ങിയ ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ മീൻ പിടിച്ചു നടന്നവരാ, പഠിപ്പില്ലാത്തവരാ, സാമാന്യ മനുഷ്യരാ. പക്ഷേ ദൈവശക്തി ചലിച്ചപ്പോൾ, ദൈവ സാന്നിധ്യത്തിനകത്ത് അവർ കയറിയപ്പോൾ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വ്യക്തികളാക്കി തീർക്കുവാൻ കർത്താവ് അവരെ സഹായിച്ചു. 40ഓളം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കി അനന്തര അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 4:13 ഇങ്ങനെ വായിക്കുന്നത്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും പറഞ്ഞു. നോക്കിക്കേ, പഠിപ്പില്ലാത്തവരാ, സാമാന്യര ആൾക്കാരായിരുന്നു പത്രോസ്, യോഹന്നാനും. പക്ഷെ അവരുടെ മേൽ സാധാരണ ധൈര്യം ചലിച്ചു. എന്താ കാര്യം? മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് വ്യാപരിച്ച ദൈവശക്തിയാണ് അവർക്ക് ഈ ധൈര്യം പകർന്നു കൊടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ലോകപരമായ ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള ഒന്നുമില്ലായിരിക്കും, നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ ഒന്നുമില്ല. പക്ഷെ അകത്ത് സാധാരണ ദൈവസാന്നിധ്യം ചലിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വൻ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. പ്രവർത്തികൾ പുസ്തകം 1:8 വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നോക്കിക്കേ, ദൈവസാന്നിധ്യം ഒരുവൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാക്ഷിയാകാനുള്ളത് ധൈര്യം കിട്ടും, ശക്തി ലഭിക്കും. എവിടൊക്കെ? യെരുശലേമിൽ, യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയിലും, തീർന്നില്ല, ഭൂമിയുടെ അറ്റം വരെ പോകാൻ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ചലിക്കും, സാധിക്കും. മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ സ്തേഫാനോസ് എന്ന പേര്. പുതിയ നിയമത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ്. പ്രവർത്തികൾ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്ന ഇങ്ങനെ 8, 9, 10 വാക്യങ്ങൾ. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവസാന്നിധ്യം ചലിക്കുന്ന, ദൈവശക്തി വഹിച്ചു നിൽക്കുന്ന, ആത്മാവുള്ള, കൃപ നിറഞ്ഞ സ്തേഫാനോസിനോട് സംസാരിച്ച് നിൽക്കാൻ വിവിധ ഭാഷയപ്പെട്ട വിവിധ ജാതീയ ആൾക്കാർക്ക്, വിവിധ ഗ്രൂപ്പ് ആൾക്കാർക്ക് കഴിഞ്ഞില്ല. കാരണം അവനിൽ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ്. സ്തേഫാനോസ് എന്ന് പറയുന്ന ദൈവഭക്തൻ്റെ മേൽ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ് അദ്ദേഹത്തിന് ആ ജ്ഞാനം കൈമാറിയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർ ആഗ്രഹിക്കും ദൈവസാന്നിധ്യത്തിനകത്ത് ജീവിക്കുക? ക്ഷീണമുണ്ട്, ഭാരമുണ്ട്, പ്രതിസന്ധികളുണ്ട്, ആശങ്കകളുണ്ട്, ഈ ലോകത്ത് ജീവിക്കുക എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കുന്നത് ആ ദൈവശക്തി. ഷിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അനോയിന്റിങ് ഷാൽ ബ്രേക്ക് ദ യോക്ക്. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പിശാചി വെച്ച നുകം, പാപത്തിൻ്റെ നുകം, ശാപത്തിൻ്റെ നുകം, ലോകത്തിൻ്റെ നുകം, അത് ഒടിഞ്ഞു പോകും. എപ്പോഴാ? അഭിഷേകത്തിൻ്റെ പുഷ്ടി വെളിപ്പെടുമ്പോൾ. നിന്റെ അകത്ത് ദൈവശക്തി ചലിക്കണം. നിന്റെ അകത്ത് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പിശാച് കൊണ്ടുവച്ച സകല നുകങ്ങളും തകരും. പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവസാന്നിധ്യം ഇല്ലാത്തിടത്തോട്ട് എന്നെ വിടരുതേ, എൻ്റെ മക്കളെ വിടരുതേ, എൻ്റെ കുടുംബത്തെ വിടരുതേ. ദൈവഹിതമില്ലാത്തതൊന്നും വേണ്ട, ദൈവസാന്നിധ്യം ഇല്ലാത്തതൊന്നും വേണ്ട. മോശ പറഞ്ഞതാ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. സാധാരണ കാര്യങ്ങൾ സാധാരണക്കാരായ വ്യക്തിയിലൂടെ ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തി ചലിച്ചാൽ മതി. താങ്കളൊരു സാധാരണ വ്യക്തിയായിരിക്കാം. യുവാവേ, ചെറുപ്പക്കാരി, താങ്കളൊരു സാധാരണ വ്യക്തിയായിരിക്കാം. ആർക്കും നിങ്ങളെ അറിയത്തില്ല, പറയപ്പെട്ട കഴിവുകളൊന്നും നിങ്ങൾക്കില്ല. പക്ഷേ ഇരുന്ന് പ്രാർത്ഥിച്ച് കൃപ ഏറ്റെടുക്കാൻ പറ്റുമോ? സാധാരണ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും, ദൈവശക്തിക്ക് കഴിയും. പലപ്പോഴും ദൈവസാന്നിധ്യത്തിനകത്ത് ജീവിക്കാൻ പലരെയും തടസ്സം ചെയ്യുന്നത്
പാപമാണ്. പാപത്തിൻ്റെ ശക്തി വ്യക്തികളെ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നയിക്കുവാൻ, ജീവിക്കുവാൻ അനുവദിക്കത്തില്ല. ആദാം ഹവ്വ ദമ്പതിമാരെ ദൈവം വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഓടി ഒളിക്കുക. വേണ്ട, പേടിയാ. കാരണം സിന്നവിടെ കിടപ്പുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പാപത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമ്പോൾ, പാപ സ്വഭാവത്തിന് അടിമയായിട്ട് ജീവിക്കുമ്പോൾ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, സ്വന്തം മോഹത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവസാന്നിധ്യത്തോട് ചേർന്ന് ജീവിക്കാൻ പറ്റത്തില്ല. പ്രശ്നമുണ്ടാവും. എന്നാൽ ആ സ്വഭാവത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ യേശു പറയെ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ സാന്നിധ്യമില്ലാതെ, എൻ്റെ ശക്തിയില്ലാതെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേ പ്രിയരെ, ഈ അന്ത്യകാലത്ത് യേശു കർത്താവിനെ കൂടാതെ ഒരു ജീവിതം, ദൈവ സാന്നിധ്യമില്ലാതെ ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല, സാധ്യമല്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ജീവിതമാണ് ആവശ്യം. ഒരുപക്ഷെ വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ചർച്ചക്കാരോ ഒന്നും നമ്മുടെ അരികത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുന്നൊരു ദൈവവിധൽ പറയും, ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തി ഏഷ്യയുടെ പശ്ചിമ തീരത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറി പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപ്, പേര് പത്മോസ്. നാട് കടത്തപ്പെട്ടവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. എന്നാൽ ഭയപ്പെടുത്തുന്ന അതിൻ്റെ അന്തരീക്ഷത്തിൽ കത്ര ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി യേശു കർത്താവിൻ്റെ തേജസ്സിനെ താൻ കാണുകയാണ്, ദർശിക്കുകയാണ്. അദ്ദേഹം പറയും, ഈ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, ദൈവ സാന്നിധ്യം. കൊട്ടാരത്തിനകത്ത് രാജാവിന് അനുഭവിക്കാൻ കഴിയാത്തത് ഈ പത്മോസിൻ്റെ ഏകാന്തതയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ ചലിച്ചാൽ അസാധാരണ കാര്യങ്ങൾ നമ്മിലൂടെ സംഭവിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിച്ചാൽ അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. മോശ പറഞ്ഞ പോലെ നമുക്കും പറയാം, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണേ, എൻ്റെ കൂടെ വരണേ. അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ വരണമേ. ഞാൻ പോകുന്നിടത്ത് അങ്ങയുടെ സാന്നിധ്യം വരണമേ. ഒരർത്ഥത്തിൽ പറഞ്ഞ ദൈവസാന്നിധ്യമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. ദൈവസാന്നിധ്യമില്ലാത്തിടത്തേക്ക് എനിക്ക് പോകണ്ട. ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര നന്മയായിക്കോട്ടെ, എത്ര ശ്രേഷ്ഠമാണെന്ന് ലോകം പറയട്ടെ, അങ്ങയുടെ സാന്നിധ്യമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് എനിക്ക് പോകണ്ട. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങളെ അയക്കരുതേ. ദൈവ സാന്നിധ്യമുള്ളത് മാത്രം ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകിക്കൊടുക്കുമാറാകണമേ. ദൈവ സാന്നിധ്യത്തെ വിലക്കുന്ന പാപത്തിൻ്റെ ചിന്ത വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെ. സ്വഭാവങ്ങൾ വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെ. യേശു കർത്താവിൽക്കുള്ളതായി ആശ്രയിക്കാൻ അവിടുത്തെ ജനത്തിന് കൃപ നൽകും. ഒരുമിച്ച് അനുഗ്രഹിക്കും. അവിടുത്തെ വരവിനെ ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.